നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ മോദി തൃശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മോദിയുടെ പരിപാടി മഹാസമ്മേളനമാക്കാൻ എല്ലാ ഒരുക്കങ്ങളുമായി ബിജെപിയും രംഗത്തുണ്ട്. 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് ബിജെപി പ്രതീക്ഷിക്കുന്ന മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ് കേരളം. തിരഞ്ഞെടുപ്പിൽ ബിജെപി ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് തൃശൂർ. സുരേഷ് ഗോപിക്ക് വോട്ടുറപ്പിക്കാൻ കൂടിയാണ് മോദി തൃശൂരിൽ എത്തുന്നത്. പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് തൃശൂരിലേക്ക് വന്നത്. മഹിളാ സമ്മേളനത്തിന് മുന്നോടിയായി റോഡ് ഷോയും നടക്കും. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിന്റെ ഹെലിപാഡിൽ ഇറങ്ങുന്ന മോദി തൃശൂർ ജനറൽ ആശുപത്രി പരിസരം വരെ വാഹനത്തിലാകും എത്തുക. തുടർന്ന് ജനറൽ ആശുപത്രി പരിസരത്തു നിന്ന് റോഡ് ഷോയും തുടങ്ങും. നായ്ക്കാനാൽ വരെ 1 കിലോമീറ്ററോളം ദൂരത്തിലാകും റോഡ് ഷോ. കുട്ടനെല്ലൂരിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുമ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തും. റോഡ് ഷോയ്ക്കായി ജനറൽ ആശുപത്രിക്ക് സമീപമെത്തുന്ന നരേന്ദ്രമോദിയെ ബിജെപി നേതാക്കളാകും സ്വീകരിക്കുക. ഇതിനുശേഷം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ നായ്ക്കനാലിന് സമീപമുള്ള വേദിയിലെത്തുമ്പോഴും സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കാനുണ്ടാകും. 16 പേരാണ് സമ്മേളന വേദിയിൽ സ്വീകരിക്കാനായി ഉണ്ടാവുക. മഹിളാ സമ്മേളന വേദിയിൽ 42 പേർ ഉണ്ടാകും. നടി ശോഭന, പി.ടി. ഉഷ, ഉമാ പ്രേമൻ, മിന്നുമണി, ബീന കണ്ണൻ തുടങ്ങി 8 പ്രമുഖ വനിതകൾ വേദിയിൽ ഉണ്ടാകും. ഇവർ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി തുടങ്ങി പ്രധാന പുരുഷ നേതാക്കൾ മാത്രമേ വേദിയിലുണ്ടാകൂ. ബാക്കിയെല്ലാം ബിജെപിയിലെ വനിതാ നേതാക്കളായിരിക്കും. സദസ്സിന്റെ മുൻനിരയിൽ ക്ഷണിക്കപ്പെട്ട വനിതകളാണ് സ്ഥാനം പിടിക്കുക. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത 1000-ലധികം വനിതകൾക്കാണ് ക്ഷണമുള്ളത്. ഇതിനു പിന്നാലെയാണ് വനിതാ പ്രവർത്തകർക്കുള്ള സീറ്റ്. ഇതിനു പിന്നിൽ റൗണ്ടിലായിരിക്കും പുരുഷന്മാർക്കുള്ള സ്ഥലം. പരിപാടി നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലെയും റോഡ് ഷോ നടത്തുന്ന തൃശൂർ റൗണ്ടിലെയും സുരക്ഷ SPG നേരത്തെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന സ്ഥലങ്ങളിൽ തോക്കേന്തിയ സുരക്ഷാ ഭടന്മാർ നിലയുറപ്പിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വഴികളിലെ പെട്ടിക്കട മുതൽ ബാങ്കുകൾ വരെ കടകളെല്ലാം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം വടക്കുംനാഥന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആദരവായി പടുകൂറ്റൻ മണൽ ചിത്രവും ഉയർന്നു കഴിഞ്ഞു. പ്രശസ്ത മണൽ ചിത്രകാരനായ ബാബു എടക്കുന്നിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന മണൽ ചിത്രം തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ആദരമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. വ്യവസായി ഗോകുലം ഗോപാലനാണ് മണൽ ചിത്രത്തിന് നേതൃത്വം വഹിക്കുന്നത്. രാജ്യത്തെ 51 സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചാണ് ചിത്രം ഒരുക്കുന്നത്. ഇതിൽ നരേന്ദ്രമോദിയുടെ ജന്മനാടായ വഡോദരയിൽ നിന്നുള്ള മണ്ണും ഉൾപ്പെടും. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന സങ്കല്പത്തെ ഉറപ്പിക്കുന്നതിനാണ് വ്യത്യസ്ത കോണുകളിൽ നിന്ന് ശേഖരിച്ച മണൽ കൊണ്ട് ചിത്രം തീർക്കുന്നത്. 51 അടി ഉയരമാണ് ചിത്രത്തിനുള്ളത്. 10 ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തീകരിക്കുന്നത്. മണലിൽ ഇത്രയും വലിയ ചിത്രം ഇന്നേ വരെ ആരും തീർത്തിട്ടില്ലെന്നാണ് ചിത്രകാരൻ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മോദിക്ക് ആദരമായി ഒരുങ്ങുന്ന ചിത്രം ലോക റെക്കോർഡ് നേടാനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രിയോടുള്ള ആരാധനയാണ് മണലിൽ അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ ചിത്രം തയ്യാറാക്കാനുള്ള പ്രേരണയെന്ന് ചിത്രകാരൻ ബാബു എടക്കുന്നിൽ പറയുന്നു. ബാബുവിനോടൊപ്പം സഹായികളായി 5ഓളം പേരുണ്ട്. ഗോകുലം ഗ്രൂപ്പാണ് നിർമ്മാണ ചെലവ് വഹിക്കുന്നത്. തേക്കിൻകാട് മൈതാനത്ത് ബിജെപിയും മഹിളാ മോർച്ചയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രിക്ക് ചിത്രം സമർപ്പിക്കും.